അറിവ് എന്നത് അനന്തമായ മൂല്യങ്ങളുള്ള നിക്ഷേപമാണ്. വരും നാളുകളിൽ നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സമ്പന്നത വർദ്ധിപ്പിക്കാൻ ഉന്നതവും നൂതനവുമായ ശാസ്ത്ര സാങ്കേതികത അടങ്ങിയ വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് കരുവാരകുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ 35ാമത് വാർഷിക പരിപാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബത്തേരി രൂപതയുടെ മെത്രാൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ്. മാറ്റങ്ങളെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി വളർത്തുവാൻ നമ്മുടെ കലാലയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അക്കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണെന്നും കൂട്ടായ്മയും ദാർശനികതയും കാഴ്ചപ്പാടും കൈമുതലായുള്ള ഒരു സംസ്കാരം ഇന്ന് ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കലാലയത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ടു ഗ്രോ ആൻഡ് ഫ്ലറിഷ്, വളർന്ന് പുഷ്പിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭവനത്തിൻ്റെ അഭിമാനമായി മാറുന്ന വിദ്യാർത്ഥികളായി രൂപാന്തരപ്പെടുത്തുന്ന ഈ നാടിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രകാശ ഗോപുരമാണ് നമ്മളുടെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും വളർന്ന് വികസിക്കുവാനായിട്ടുള്ള പാഠ്യവിഷയങ്ങൾ, പാഠ്യേതര വിഷയങ്ങൾ, സാംസ്കാരിക ആഘോഷങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന അതിമനോഹരമായ പരിശീലനം നൽകുന്ന ഒരു കലാലയമാണ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുവാൻ ഞാൻ പ്രത്യേകം സന്തോഷിക്കുകയാണ്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ മദർ ലിൻഡ തെരേസ് DM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും അഭിനേതാവും മോഡലുമായ മിസ് വിൻസി അലോഷ്യസ് കൾച്ചറൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മേരിജ DM റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോർജ് ആലുമൂട്ടിൽ, ഹോളി ഫാമിലി ഫൊറോന ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് വെള്ളമാക്കൽ, PTA പ്രസിഡന്റ് റോയി K തോമസ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ലീഡർമാരായ മാസ്റ്റർ ഹാനി P മുഹമ്മദും കുമാരി അമയ റേച്ചൽ ബിജുവും ചേർന്ന് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ജോയ്സ് മേരി DM നന്ദിയും പറഞ്ഞു. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ 25 വർഷക്കാലം സേവനം ചെയ്ത അധ്യാപകരായ മിസ്റ്റർ ബോബി ജോർജ്, രജനി വിശ്വനാഥൻ, സൂസൻ ഷാജി, ഡെയ്സി ഉമ്മച്ചൻ എന്നിവരെ പൊന്നാടയണിയിച്ച് മെമ്മൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ബിഷപ്പ് ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടിയും നടന്നു. വളരെ വേഗത്തിൽ കടന്നു പോകുന്ന ഒരു അധ്യയന വർഷത്തിൻ്റെ സുപ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു എത്തിനോട്ടം, അതാണല്ലോ സ്കൂൾ വാർഷികം. ഇന്ന് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ലിറ്റിൽ ഫ്ലവർ ആകുന്ന ഈ തോട്ടത്തിൽ പാകിയ ചെറിയ വിത്തുകളാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ. ശരിയായ പോഷണവും പരിചരണവും സ്നേഹവും ഒക്കെ ലഭിക്കുമ്പോൾ ശക്തവും മനോഹരവുമായ മരങ്ങളായി വളരുവാൻ എപ്പോഴും ഈ മക്കളൊക്കെ മറ്റൊരാൾക്കൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതുപോലെ പാരൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നന്നായി വളർത്തിയെടുക്കുക, അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും പാരൻസിൻ്റെ. അതേപോലെ ഉള്ള എന്താ പറയുക, അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ഈ മക്കൾ നാളെയും ചെയ്യും. ഇനി പറിക്കാത്ത പൂക്കളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഇവരുടെ ഒരു ഫ്ലവറിൽ ഒരു മഞ്ഞപ്പൊടി ഉണ്ടാവും, മലർപ്പൊടി എന്നൊക്കെ പറയും, ഒരു മഞ്ഞപ്പൊടി. ചില വണ്ടുകളും പൂമ്പാറ്റകളും ആ ഫ്ലവേഴ്സിൽ വന്നിരുന്ന് ആ പൊടി അവരുടെ മേത്ത് പറ്റി അവർ പറക്കുമ്പോൾ ആ പൊടി നിലത്ത് വീണാണ് അടുത്ത ചെടികളും പൂക്കളും ഉണ്ടാവുക. അല്ലെങ്കിൽ ആ പൂവ് തന്നെത്താനെ വീണിട്ടാണ് അടുത്ത ചെടി ഉണ്ടാവുക. ഈ കുഞ്ഞു മക്കൾക്ക് ഇപ്പം ഒരു +2 വരെയുള്ള മക്കളായിരിക്കും ഇവിടെ ഉണ്ടാവുക, 10th വരെയുള്ള മക്കൾ ഇവിടെ ഉണ്ടാവുക.
അവരോട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെത്താൻ നോക്കുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വയം ജീവിതം നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ അസിസ്റ്റ് ചെയ്യണം, ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. എടാ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, നീ ഇങ്ങനെയൊക്കെ നോക്ക്, നീ ഇങ്ങനെയൊക്കെ പഠിക്കുക, നീ ഇങ്ങനെയൊക്കെ ശ്രമിച്ച് നോക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. നീ പഠിച്ചേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. അവർ കേൾക്കില്ല, അവർക്ക് മടുക്കും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വീണ്ടും ഒരു മരമാവുമ്പോഴാണ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഓക്കെ ഞാൻ എൻ്റെ ലൈഫ് നോക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ലൈഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ആരും പറഞ്ഞത് ഞാൻ കേൾക്കുന്നില്ല, എനിക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്പേസിലോട്ട് ഞാൻ ഇപ്പോഴാണ് എത്തിയത്. അതുവരെയുള്ള സമയം അവർ ജസ്റ്റ് ഒരു ഫ്ലവറാണ്, ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് നമ്മളെല്ലാവരും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കിഴക്കൻ ഏറനാട്ടിലെ ചിറാപുഞ്ചി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മലയോര ഗ്രാമമാണ്. കുടിയേറ്റ കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ നാനാജാതി മതസ്ഥരും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ വളരെ സൗഹൃദത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു നാടാണ് കരുവാരക്കുണ്ട് എന്ന പ്രദേശം. ഈ കരുവാരക്കുണ്ടിൽ ആദ്യമായി സ്ഥാപിച്ച ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇന്ന് 35ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അന്ന് ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, മറ്റ് പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ LP UP സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ കാലത്ത് ഈ പ്രദേശത്തെ കർഷക സുഹൃത്തുക്കളായ, അധ്യാപക സുഹൃത്തുക്കളായ, ഞങ്ങളുടെ ഈ പ്രദേശത്തെ കുടിയേറ്റ കർഷകരായ ആളുകളുടെ ശ്രമഫലമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ എല്ലാ വിഭാഗം മക്കളും അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി പഠനം ആരംഭിച്ചു. അതിൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല അധ്യാപകരെ വെച്ചുകൊണ്ടാണ് ഈ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ 99%, 100% ഒക്കെ റിസൾട്ട് ഉണ്ടാക്കിയ സ്കൂളായിരുന്നു. ലക്ഷണം കെട്ടവൻ മുന്നാലെ. അതെ, ഈ ഹർത്താൽ എന്തിനു വേണ്ടിയാ? ഈ ഹർത്താൽ ആർക്ക് വേണ്ടിയാ? ഈ ഹർത്താൽ ഏതു പാർട്ടിയുടെയാ? പിന്നെന്താ എല്ലാവരും കൂടെ ചുമ്മാ ഒരു രസം. ശിവ ശിവ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. പണ്ടൊരു നാളിൽ മറ്റൊരു സ്കൂളിൽ തുള്ളലിനായി ചെന്നൊരു നേരം. പണ്ടൊരു നാളിൽ മറ്റൊരു സ്കൂളിൽ തുള്ളലിനായി ചെന്നൊരു നേരം. തലമുറതൻ വ്യതിയാനങ്ങൾ എന്നുടെ സ്റ്റൈലിൽ ഞാനങ്ങു കീച്ചി. തലമുറതൻ വ്യതിയാനങ്ങൾ ആശാന സ്റ്റൈലിൽ ആശാനും കീച്ചി. എന്തായിരുന്നു ആ കഥ? പ്രണയത്തിൻ കഥ, വിരഹത്തിൻ കഥ എന്നുടെ സ്റ്റൈലിൽ ഞാനങ്ങു കീച്ചി. പ്രണയത്തിൻ കഥ, വിരഹത്തിൻ കഥ ആശാന സ്റ്റൈലിൽ ആശാനും കീച്ചി. Hello Neredu, hello Neredu, hello Neredu, Bajli, Chamcha Kaidu, Anne Chuse Korigal. Mangala, 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 Mangala.
मंगल 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 तेरी सांसों में थोड़ा सा वतन का भी था बस बड़ा अब कुछ करिए finishes off in style. A magnificent strike into the crowd. India lift the World Cup. हम चूम के